ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര വാൾപ്പാറയ്ക്കാണ്. ഒരു മനോഹരമായ പ്ലേസാണ് വാൾപ്പാറ. അത് വാൾപ്പാറ പോകുമ്പോഴുള്ള ഒരു ചെക്ക് പോസ്റ്റാണിത്. ഒരു മനോഹരമായ വ്യൂ കാണാം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ. ആളയാർ ഡാമിൻ്റെ ഒരു വ്യൂ. നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. ഈ വാൾപ്പാറിൻ്റെ ഭംഗി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുന്ന ഈ സ്പോട്ടാണ് മങ്കി ഫാൾസ്. അപ്പോൾ ഒരു വാട്ടർ ഫാൾസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വാൾപ്പാറ എത്തണമെങ്കിൽ 40 ഹെയർ ബെൻഡ് കയറി പോകേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ബെൻഡിലും മനോഹരമായ കാഴ്ചകളുണ്ട്. ഈ മലനിരകളുടെ ഇടയിലുള്ള ഈ ഡാമും എല്ലാം കാണാൻ സൂപ്പറാണ്. അപ്പോൾ വാൾപ്പാറയ്ക്ക് നമ്മൾ പോകുന്ന 2 റൂട്ടുണ്ട്. ഒന്ന് ആതിരപ്പള്ളി വാഴച്ചാൽ വഴി, ഇന്നൊന്ന് പൊള്ളാച്ചി ആളയാർ ഡാം വഴി. ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 2 മനോഹരമായ റൂട്ടാണ്. ഒന്ന് 40 ഹെയർ ബെൻഡും ഈ മലനിരകളും കണ്ട് നമുക്ക് പോവാം. ഇന്നൊന്ന് നമ്മൾ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ 70-80 കിലോമീറ്റർ അടിപൊളി യാത്രയാണ് വാൾപ്പാറ എത്താൻ ആതിരപ്പള്ളി വാഴച്ചാൽ വഴി. അപ്പോൾ ഓരോരോ കയറ്റം കയറുമ്പോഴും ഇതിൻ്റെ ഭംഗി കൂടിക്കൊണ്ട് വരികയാണ്. നല്ല നല്ല വാട്ടർഫാൾസ്, ചെറിയ വാട്ടർഫാൾസ്, അതൊക്കെ നമുക്ക് മനോഹരമായിട്ടുണ്ടാവും. അതൊക്കെ കണ്ട് നമുക്ക് യാത്ര പോവാം. അപ്പോൾ നമ്മൾ തേയിലിൻ്റെ ഒരു ഭംഗി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ളായിട്ട് തേയില തോട്ടങ്ങളായിരിക്കും. അതായത് നമ്മൾ മൂന്നാറും നെല്ലിയമ്പതി അങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളിൽ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച പോലെ നമുക്ക് കോട വന്നു. അപ്പോൾ നമുക്ക് കോട ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ രാവിലെ പോയത് നേരത്തെ. അപ്പോൾ വരുന്നവർ 6 മണിക്ക് തന്നെ ടച്ച് ചെയ്ത് തന്നെയാണ് നമുക്ക് കോട ആസ്വദിക്കാം. അപ്പോൾ വാൾപ്പാറയിൽ തന്നെ ഒരു ഹൈഡൻ സ്പോട്ടാണിത്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. മനോഹരമായ ഈ തേയിലത്തോട്ടങ്ങളും ഈ പ്രകൃതി ഭംഗിയും നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ വാൾപ്പാറ വരാത്തവർ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ ഒരു പ്ലേസ് ഇട്ട് വെച്ചോളെ. വാൾപ്പാറ വന്നിട്ടുള്ളവർ ഒന്നും കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ അനുഭവം പറയും. അപ്പോൾ നമ്മൾ കോട ഇല്ലാത്ത സമയത്താണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. കോട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല, ഫുള്ള് കോട കൊണ്ട് മൂടും. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോട ഇല്ലാത്ത ടൈമിൽ, ഒരു കുളിർമ ടൈമിൽ പോകണം. നല്ല വെയിൽ ആകുമ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ പോയാൽ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് എത്താം. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ചാർജും വാങ്ങുന്നുണ്ട്. ബൈക്കിന് 100, എല്ലാത്തിനും 100 അങ്ങനെ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വാൾപ്പാറ പോരെ പോയിട്ട് തിരിച്ചു വരാനാണ്. വാൾപ്പാറയിൽ കാണാനുള്ളൊരു 1-2 ഡാമുകൾ, പിന്നെ നല്ലമുടി വ്യൂ പോയിൻ്റ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ്. മെയിനായി നമുക്ക് വാൾപ്പാറ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത്. ഇപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ പോലെ ബോട്ട് ഹൗസ്, പാർക്ക് അങ്ങനെയൊന്നുമില്ല. വീണ്ടും മനോഹരമായ കോട എത്തി. നല്ലൊരു അനുഭവമാണ്, നല്ല തണുപ്പും. അപ്പോൾ ഞാനും വൈഫും മാത്രമേ പോയുള്ളൂ. കുട്ടിക്ക് ജലദോഷം വന്നിട്ട് വീട്ടിൽ അമ്മൂമ്മൻ്റെ അടുത്ത് വിട്ടിട്ട് പോയി. അപ്പോൾ നമ്മൾ ആളയാർ തന്നെയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോൾ കോട കഴിയുമ്പോൾ നമ്മൾ മനോഹരമായ കാഴ്ചകളൊക്കെ നിന്ന് കണ്ടിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തണം, പെട്ടെന്ന് തിരിച്ചു എത്തണം എന്നുള്ള ബേസിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഓരോ സ്ഥലങ്ങളും കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് ചായ കുടിക്കാൻ നിർത്തിയാണ് ഇവിടെ. ഈ ഒരു മനോഹരമായ ഒരു പ്ലേസ് കണ്ടപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയാണ്. മഞ്ഞുകൾ മൂടിയ മലകൾ പറയില്ലേ, അതുപോലെ ഉണ്ട് കാണാൻ. വാൾപ്പാറിൻ്റെ ഭംഗി എപ്പോഴും അടിപൊളിയാണ്. കാടും മലയും എല്ലാം ഇഷ്ടമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തുടർന്ന യാത്രകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അടിപൊളി കാട്ടുപോത്തിനെ കണ്ടു. അപ്പോൾ അതിനെ അടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമായി. ഇല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ ഒന്ന് ഓടും, ഇല്ലെങ്കിൽ കുറച്ച് ലോങ്ങിലായിരിക്കും കാണുക. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കണ്ടാലും ലോങ്ങാണ്. അപ്പോൾ നമ്മൾ വാൾപ്പാറ ജംഗ്ഷനെത്തി. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആതിരപ്പള്ളി വാഴച്ചാൽ, നേരെ പോയി കഴിഞ്ഞാൽ നല്ലമുടി വ്യൂ പോയിൻറ്റ്, പിന്നെ ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡാം, ബാലരി ടെമ്പിൾ, അങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ പോവാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ പോകുന്ന എല്ലാ റോഡും നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ വാൾപ്പാറ എന്തായാലും മിസ്സാക്കാതെ എല്ലാവരും വരിക, നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ. അപ്പോൾ ഞാനൊരു യൂട്യൂബർ ബിഗിനറാണ്. അപ്പോൾ എൻ്റെ വീഡിയോകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു ഇത് കൂഴാങ്കൽ റിവർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നല്ലൊരു പച്ചപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തുടക്കമുള്ളൂ, അത് വെട്ടി വളർന്നേ ഉള്ളൂ. നല്ല തേയിലത്തോട്ടങ്ങൾ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്നാറിലും കാണാം ഇതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാം കണ്ട് വാൾപ്പാറ വരെ പോയി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.